ലീവിന് വീട്ടിൽ പോയാൽ ആരും തിരിച്ചു വന്നില്ല. സാവോൾ രാജാവ് കെട്ടിലായി. ഇസ്രയേൽ ഭയങ്കര നാണക്കേടായി. അത് കേട്ടപ്പോഴാണ് ഗോലിയത്താണെങ്കിൽ അതിർത്തി കിടന്ന് ഭയങ്കര വെല്ലുവിളി. അപ്പോൾ ദാവീദ് അവിടെ അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഇവനിങ്ങനെ ഇസ്രയേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് ദാവീദിന് ചുരുക്കി പിടിച്ച്. അപ്പോൾ ദാവീദ് എടുത്ത് വയ്ക്കുമ്പോൾ, നീ ചത്ത പട്ടി, എൻ്റെ കർത്താവിനെ ഭത്സിക്കാൻ ഇവൻ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടന്മാരറിയാതെ ഈ ദൈവസ്നേഹത്തിൽ കാളി ഇവൻ ദാവീദിൻ്റെ ഇത് പറയും, ഗോലിയാത്തിനെ കൊല്ലാൻ ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ സാവോൾ നോക്കുമ്പോൾ ഇവനൊരു പയ്യൻ, ഇടയ പയ്യനാണ്. വെറുതെ ഇവനൊക്കെ പറഞ്ഞു വിട്ട അയാൾക്ക് അവൻ ഞൊട്ടിക്കളയാണ്. അതുകൊണ്ടാണ് സാവോൾ മുടക്കാൻ വേണ്ടി, നിനക്ക് പരിശീലനം വല്ലതും കിട്ടിയ ആളാണ്, നിനക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശീലനം വല്ലതും കിട്ടിയോ? അപ്പം കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോടാമെന്ന് പറയാൻ പറ്റും. അതാണ് അങ്ങനെ അവന് മടക്കാൻ പറ്റും. അവന് ഒഫൻഡ് ചെയ്യാതെ മടക്കാൻ വേണ്ടി സാവോൾ ചോദിക്കുക, നിനക്ക് യുദ്ധം ചെയ്ത് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം ദാവീദ് അപ്പോൾ പറയും, എനിക്ക് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന് പറയും. അവിടുത്തെ ആരും, സാവോൾ പോലും ഒരു സിംഹക്കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാവോളിന് കോൺഫിഡൻസ് ആവും. പക്ഷെ എന്താണ് സംഭവിക്കണത്? ഇവനെ ദൈവം ഗോലിയാത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അജ്ഞാതമായ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില ഭയങ്കര തന്ത്രപ്രധാനമായ പരിശീലനം വനങ്ങളുടെ ഉള്ളിൽ നടത്തത്തില്ലേ ചില കൂട്ടം ആൾക്കാർ, അതുപോലെ ദൈവം ഇവനെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വനാന്തര ഭാഗങ്ങളിലൊരു പരിശീലനം നടത്തുകയാണ്. ഇവൻ്റെ ആടിനെ പിടിക്കാൻ ചിലപ്പോൾ കരടി വരും, ചിലപ്പോൾ സിംഹം വരും. അതുമായിട്ട് മൽപ്പിടുത്തത്തിലാകും. അവസാനം ദാവീദിന് ജയിക്കണ രീതി കോൺഫിഡൻസ് ആകും. അപ്പം അതുപോലെ അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ദൈവം അജ്ഞാതമായ പരിശീലനം നമുക്ക് നൽകുന്നതാണ് നമ്മളുടെ ക്ലേശങ്ങളെന്ന്. അജ്ഞാത പരിശീലനമാണ് ഓരോ ക്ലേശങ്ങളും. ഇപ്പോൾ ഒരു ക്ലേശം നമ്മളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവമാണ് എന്നെ പരിശീലിപ്പിക്കണത്. ഭാവിയിൽ